ഹലോ! നിദ്ര ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഈ പുഴയും കടന്ന് എന്ന സീരിയൽ പുറത്തിറങ്ങി കേട്ടോ. അപ്പം വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡ് തന്നെയായിരുന്നു ഫസ്റ്റ് എപ്പിസോഡ്. നമുക്ക് യാതൊരുവിധ ലാഗിങ്ങും ഇല്ലാതെ യാതൊരുവിധ മടുപ്പും ഇല്ലാതെ നമുക്ക് ഇൻട്രസ്റ്റിങ്ങോട് കൂടി കണ്ടിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു കേട്ടോ ഫസ്റ്റ് എപ്പിസോഡ്. എന്തായാലും ഇത് മലയാളികളെല്ലാവരും നെഞ്ചിലേറ്റുന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മളെ ഫാമിലീനെ പരിചയപ്പെടുത്തുകയാണ്. അതായത് ഈ പുഴയും കടന്ന് എന്ന സീരിയലിലെ ഫാമിലീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു എപ്പിസോഡായിരുന്നു ഫസ്റ്റ് എപ്പിസോഡ്. അച്ഛനെയും അമ്മയെയും 4 മക്കളെയും ഇതിൽ പറയുന്നുണ്ട്. ഗംഗ, കാവേരി, യമുന, നിള അങ്ങനെ 4 പെൺകുട്ടികളെയും വരി വരിയായിട്ട് ഇതിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ 4 പെൺകുട്ടികളും ഉണ്ടാവുമ്പോൾ അവരുടെ അച്ഛൻ ഇങ്ങനെ പറയും, എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണമെന്ന് പറയും. കാരണം എന്താ വെച്ചാൽ മക്കളുണ്ടാവുന്നതിനനുസരിച്ച് നമുക്ക് പ്രാരാബ്ധവും കാര്യങ്ങളൊക്കെ കൂടുകയാണല്ലേ. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൊണ്ട് എനിക്ക് ഇനിയും അധ്വാനിക്കണം, ഇനിയും ജോലി ചെയ്യണം, ഇനിയും സമ്പാദിക്കണം എന്നുള്ള ഒരൊറ്റ മെൻറ്റാലിറ്റിയിൽ അദ്ദേഹം എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം എന്നൊക്കെ പറയണം. അപ്പം നമ്മളെ അമ്മ പറയാണ്, അമ്മയ്ക്കാണെങ്കിൽ അച്ഛൻ്റെ കൂടെ അധികം നാൾ ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട്, മക്കളെ കൂടെ ഒന്നും അച്ഛൻ നിൽക്കാത്തതിൻ്റെ വിഷമമുണ്ട്. അപ്പം അമ്മ പറയണേ, എനിക്ക് അരവിന്ദേട്ടൻ്റെ കൂടെ അധിക കാലം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമവും അയമ്മ അറിയിക്കുകയാണ്. അച്ഛനും മക്കളും എല്ലാവരും കൂടി നിൽക്കുന്നത് ഒരു സ്വപ്നം മാത്രമായിട്ടാണ് ശാരദമ്മയ്ക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ 4ാമത് ജനിച്ചതും പെൺകുഞ്ഞായപ്പോൾ ശാരദമ്മ അരവിന്ദേട്ടനോട് പറയുന്നുണ്ട്, നമുക്ക് 4ാമത്തവും പെൺകുഞ്ഞാണല്ലോ, അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടില്ലെന്ന്. അപ്പോൾ അയാൾ പറയുന്നത്, അങ്ങനെ എന്തിനാ ചിന്തിക്കുന്നത്, പെൺകുഞ്ഞുങ്ങളൊക്കെ ഭാഗ്യമല്ലേ, അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി, അതാ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ വളരെ പോസിറ്റീവ് മെൻറ്റാലിറ്റിയിലാട്ടോ അതിനെ സമീപിക്കുന്നത്. എല്ലാവരും ജനിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ഒരു 5-6 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുഞ്ഞ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. മിക്കവാറും അത് അവരുടെ കസിനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ബന്ധുവായിരിക്കാനാണ് ചാൻസ്. അങ്ങനെ നമ്മളെ ഗംഗയും യമുനയും കാവേരിയും നിളയും എല്ലാവരും വലുതാവുന്നു. നിള ഒരു വ്ളോഗറാട്ടോ. അവളിങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ നാളെ ഗൾഫിൽ നിന്ന് വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്. പുഷ്പവാടി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഇവർ താമസിക്കുന്നത്. അവിടെ ആണ് ഇവരെ വീട്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്, കുന്നും മലയും ഒക്കെ നിറഞ്ഞ നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇവർ താമസിക്കുന്നത്. ആ വീടിൻ്റെ പേര് സ്നേഹതീരം എന്നാണ്. സ്നേഹം കൊണ്ട് വാർത്തെടുത്ത വീടായതുകൊണ്ടാണ് അതിന് സ്നേഹതീരം എന്ന് പേരിട്ടെന്നൊക്കെയാണ് അവരുടെ അച്ഛൻ പറയുന്നത്. ഇതൊക്കെ നമ്മളെ നിള ഇങ്ങനെ വ്ളോഗിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാട്ടോ. അപ്പം അങ്ങനെ അന്ന് അവരുടെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരികയാണ്. എല്ലാവരും ആ ഒരു തിരക്കിലാണ്. അച്ഛമ്മയും അമ്മയൊക്കെ അടുക്കളയിൽ ഭയങ്കര കുക്കിങ്ങാണ്. അച്ഛന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടികൾ ആരും അമ്മയെ സഹായിക്കുന്നില്ലല്ലോ എന്നുള്ള പരാതിയാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗംഗയെ വിളിക്കുന്നുണ്ട് സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗംഗ പറയുകയാണ്, ഗംഗയാണെങ്കിൽ ഒരു ടൈലറാണ്, അപ്പോൾ അവൾക്ക് നല്ല തിരക്കാണ്, ഓണത്തിൻ്റെ നല്ല തിരക്കുണ്ട്, അപ്പോൾ അവൾക്ക് അതിനൊന്നും സമയമില്ല അമ്മയെ സഹായിക്കാൻ എന്ന് പറഞ്ഞാൽ അവൾ ഒഴിഞ്ഞു മാറുകയാണ്. പിന്നെ യമുനയെ വിളിക്കുന്നുണ്ട്. യമുനയാണെങ്കിൽ എനിക്ക് പഠിക്കാനുണ്ട്, അപ്പം എനിക്കും വരാൻ സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാണ്. പിന്നെ നിള എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ മുറ്റത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അവളെയാണ് അച്ഛൻ ആദ്യം കാണേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുകയാണ്. പിന്നെ അവസാനമാണ് നമ്മുടെ കാവേരിയെ ചോദിക്കുന്നത്. കാവേരിയാണല്ലോ ഈ കഥയിലെ ഹീറോയിൻ. അപ്പോൾ അവസാനമാണ് അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ കാവേരി എവിടെയെന്ന് ചോദിക്കുമ്പോൾ കാവേരി തേങ്ങ വാങ്ങിക്കാൻ വേണ്ടി വിട്ടേക്കുകയാണെന്ന് അച്ഛമ്മ പറയുമ്പോൾ അമ്മ ഒന്ന് ചെറുതായിട്ട് പേടിക്കുന്നുണ്ട്. കാരണം ഒന്നുകിൽ അവളെ തെങ്ങിൻ്റെ മണ്ടയിൽ കയറിയിരിക്കും, അല്ലെങ്കിൽ തെങ്ങും പറിച്ചുകൊണ്ട് പോരും. അങ്ങനെ ഒരു മരം കയറിയാണല്ലോ അവളെന്നാണ് അമ്മ പറയുന്നത്. കാവേരിക്കാണെങ്കിൽ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അങ്ങനെ തേങ്ങ വാങ്ങിക്കാൻ പോയ ഒരു സീനിലാണ് നമ്മൾ കാവേരിയെ ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാവേരിയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം തമിഴ്നാട്ടിലൊക്കെ പഠിച്ച് ഇപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അവൾ അവിടെ പച്ചക്കറി കടയ്ക്ക് പോകുന്നുണ്ട് തേങ്ങ വാങ്ങിക്കാൻ. അപ്പോൾ അവിടുത്തെ കടക്കാരൻ്റെ ഭാര്യയുമായിട്ട് അവൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യ അവളോട് ചോദിക്കുന്നുണ്ട്, രേവതി അല്ലേന്ന്. അപ്പോൾ അവൾ പറയാം, രേവതിയല്ല, രേവതി എൻ്റെ നക്ഷത്രം മാത്രമാണ്, ഞാനാണ് കാവേരി, കാവേരി അതുക്കും മേലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പുകഴ്ത്തിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തേങ്ങ വാങ്ങിക്കുമ്പോൾ തേങ്ങ വാടിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കടക്കാരനോട് ഇങ്ങനെ തേങ്ങനെ പറ്റി കുറ്റം പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ വിലയെ പേശുന്നുണ്ട്. വിലയെ പറഞ്ഞിട്ട് ആ കടക്കാരനെ കുറച്ച് വെറുപ്പിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവൾ കടക്കാരനോട് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തുനിന്ന് ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത്. ഒരു വഴുക്കുമരത്ത് കയറുന്ന ഒരു മത്സരത്തിൻ്റെ അനൗൺസ്മെൻറ്റാണ്. അപ്പോൾ കടക്കാരൻ അവളെങ്ങനെ സ്ക്രൂ കയറ്റി വിടുന്നുണ്ട്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ അതിൽ പോയിട്ട് കയറിയിട്ട് ജയിച്ചിട്ട് വാ, മരത്തിൽ പോയി കയറ്, അങ്ങനെയാണെങ്കിൽ ഈ തേങ്ങ മുഴുവൻ നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അവളാണെങ്കിൽ ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് ഞാൻ കയറും, ഞാൻ ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പോകുന്നുണ്ട്. അങ്ങനെ കയറിയിട്ട് ആദ്യം കയറി പകുതി വരെ എത്തുമ്പോൾ അവൾ താഴേക്ക് മറിഞ്ഞു വീഴുന്നുണ്ട്. പിന്നെയും അവൾ വിട്ടുകൊടുക്കില്ല, കയറണം എന്ന് വിചാരിച്ചിട്ട് വീണ്ടും കയറി മണ്ടയിലെത്താൻ നേരത്ത് അവളുടെ അമ്മ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആളുകളൊക്കെ പറയുന്നുണ്ട്, ഈ പെണ്ണിനെയൊക്കെ ആര് കല്യാണം കഴിക്കണം, ഒരു മരം കയറി ചെക്കൻ തന്നെ വരേണ്ടി വരും എന്നൊക്കെ പറയണം. അപ്പോഴാണ് നമ്മുടെ ഹീറോൻ്റെ വരവ്, ഹീറോൻ്റെ എൻട്രി അവിടെയാണ് കാണിക്കുന്നത്. ഹീറോ ആണെങ്കിൽ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. നിവിൻ എന്നാണ് നമ്മളെ ഹീറോൻ്റെ പേര്. നിവിനാണെങ്കിൽ കുറച്ച് ഒരു റിച്ച് ആണെന്ന് തോന്നുന്നു, അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട്ടിലെ പയ്യനാണെന്ന് തോന്നുന്നു.
നിവിനോട് അവിടെയുള്ള ഒരു ചേച്ചി ചോദിക്കുന്നുണ്ട്, നിനക്ക് കല്യാണമൊന്നും കഴിക്കണ്ടേ, കല്യാണം കഴിച്ച് അമ്മയുടെ കൂടെ ഇവിടെ ജീവിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കങ്ങനെ കല്യാണം കഴിക്കുക അടക്കം ഒതുക്കമുള്ള ഒരു പെൺകുട്ടിയൊന്നും വേണ്ട, എനിക്ക് കുറച്ച് തൻ്റെയായിട്ടുള്ള ഒരു കുട്ടിയാണ് വേണ്ട, അതാണ് ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ കാവേരി ഇങ്ങനെ വഴുക്കുമരത്തിൽ കയറുന്ന ആ ഒരു സീനൊക്കെ കാണിക്കുന്നത്. അങ്ങനെ അവൾ മണ്ടയിലെത്താനാവുന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ അവളിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആ ഒരു പെൺകുട്ടി ഇങ്ങനെ കയറി അതിൻ്റെ പേരിൽ ആൾക്കാർ നല്ല കയ്യടിയും പ്രോത്സാഹനമൊക്കെ ഉണ്ട്. നമ്മളെ ഹീറോയും അത് കണ്ടിട്ട് ചിരിക്കുന്നു, കയ്യടിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതുപോലെ അയാൾ അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. അയാളൊരു ഫോട്ടോഗ്രാഫർ ആണല്ലോ. അപ്പോൾ കാവേരി കയറുന്നതൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് അമ്മ വരുന്നത്. ഇങ്ങോട്ട് വാടി ഇറങ്ങടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആളുകളൊക്കെ പറയുന്നുണ്ട്, അമ്മയെ അവൾ അത്രയും കയറിയില്ലേ, മുഴുവനായിട്ട് കയറട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അമ്മയെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവരുടെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അച്ഛൻ ഗൾഫിൽ നിന്ന് വന്ന് കാലിന് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം കാണുന്ന കാഴ്ച കാവേരി വഴുക്കുമരത്തിൻ്റെ മണ്ടയിൽ നിൽക്കുന്നതാണ്. ഇത് കണ്ടപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായി. എൻ്റെ കാവേരി ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ട് അച്ഛന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവൾ മത്സരത്തിലൊക്കെ ജയിച്ച് വന്ന് അച്ഛനെ ആദ്യം കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് അവരെല്ലാവരും അവിടുന്ന് പോകുമ്പോൾ ഒരൊറ്റ മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവൾ ബാക്കോട്ട് തിരിഞ്ഞ് നിവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. മിക്കവാറും നിവിൻ്റെ അടുത്ത് പോയിട്ട് ആ ഫോട്ടോസൊക്കെ തരുമോ എന്ന് ചോദിക്കാനായിരിക്കും. എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ഗൈസ് കാത്തിരുന്ന് കാണാം, എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. ഈ നിവിൻ എന്ന് പറഞ്ഞ ഹീറോ ആരുടെ പെയറാണ് എന്താണെന്ന് നമുക്കറിയില്ല. എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. എന്തായാലും ഫസ്റ്റ് എപ്പിസോഡ് തന്നെ പൊളിച്ചു. നമുക്ക് ബോറടിപ്പിക്കാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റി. എന്തായാലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.